വീട്ടുകാരാണ് ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അതിൽ പല മിസ്റ്റേക്കുകളും ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. ആദ്യം ഞാൻ പനീർ ഫ്രൈ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇപ്പം ഞാൻ ഈ അടുപ്പത്ത് കുറച്ച് സവാള വാട്ടിയെടുക്കുക. ഈ സവാളയിൽ നമ്മൾ കുറച്ച് തക്കാളി അരിഞ്ഞിടണം. ഇതിങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സിമ്പിൾ റെസിപ്പിയാണ്, സാധാരണക്കാരെ പോലെ. നമ്മളിത് വീഡിയോ എടുക്കാനായിട്ടല്ല നമ്മളിത് ആദ്യമേ പരിശീലിച്ചതല്ല, ആദ്യമായിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ നടുക്ക് ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാനായിട്ട് തിളപ്പിക്കാൻ വെച്ചേക്കുകയാണ്. മോൻ പറഞ്ഞു അത് മാറ്റും അമ്മേ, എല്ലാം ശരി പെർഫെക്റ്റായിട്ട് എടുക്കുമെന്ന്. അമ്മനിപ്പോൾ അത് മാറ്റേണ്ട, അത് തിളപ്പിക്കാൻ വെച്ചേക്കല്ലേ, അതവിടെ ഇരിക്കട്ടെ. ഇത് തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ സാധാരണ വീടുകളിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യണത് എല്ലാവരും, അല്ലാണ്ട് എല്ലാം നമ്മൾ കറക്റ്റായിട്ടൊന്നുമല്ലല്ലോ ചെയ്യണത്. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ഒരു സിമ്പിൾ വീഡിയോ ആണ്. നമ്മളെങ്ങനെ സാധാരണ ഒരു വീട്ടിലുണ്ടാക്കണം അതുപോലെയാണ് ഞാനിത് ചെയ്യേക്കണേ. ഈ സവാള കുറച്ച് മൂത്ത് തുടങ്ങി. തക്കാളി സവോള അവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് തക്കാളി. ആദ്യമേ തന്നെ ഇതൊന്നും ഞാൻ റെഡിയാക്കി വെച്ചിട്ടൊന്നല്ല കേട്ടോ ചെയ്യാൻ തുടങ്ങണേ. അതിങ്ങനെ ആദ്യമേ തന്നെ നമ്മളിപ്പോൾ ഒരു വീട്ടിലെങ്ങനെയാണ് ചെയ്യുക സാധാരണ, അതുപോലെ തന്നെ ആദ്യം തക്കാളി എടുത്ത് അത് ഫ്രൈ ചെയ്തു. അതിന് ശേഷമാണ് ഇതിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ ഞാൻ വേഗം തന്നെ തക്കാളി ഫ്രൈ ചെയ്യാനായിട്ട് പോകും. സവോള മൂത്ത് തുടങ്ങി. അപ്പോഴേക്കും വേഗം തക്കാളി എരിയാന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടല്ലേ, അത് കാരണം അടുക്കളയിൽ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ തക്കാളി ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ തക്കാളി ഇടാൻ പോകണം. തക്കാളിയും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരയ്ക്കും. കാലത്ത് ഞാൻ മോരുകറിയും ചോറ് വെച്ചത് മക്കൾ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ബട്ടർ പനീർ മസാല ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന മാതിരി ഞാനൊരു കറിയാണ് ഉണ്ടാക്കണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ എൻ്റെ ചെറിയൊരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വീട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇതൊന്ന് മൂക്കട്ടെ. ഇതൊന്ന് മൂക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. ഉപ്പിടാം, പെട്ടെന്ന് ആവും. അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് നേരം. ഞാനിന്ന് രാവിലെ ഉണ്ടാക്കിയ ചക്കക്കുരു കായ റെസിപ്പിയാണിത്. ഞങ്ങൾ ബോംബെയിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അതിന് കായും ചക്കക്കുരു കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അതൊരു ഉപ്പേരി പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അതിപ്പോൾ വൈകുന്നേരം അതിന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്, തക്കാളി കുറച്ച് വാടിയിട്ടുണ്ട്. ഗ്യാസിൽ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ നന്നായി വാട്ടി കഴിഞ്ഞിട്ട് ഒന്ന് അരയ്ക്കണം. ഞാനാണെങ്കിൽ കുറച്ച് കശുവണ്ടി പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് കറി മതി. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കണം. വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാണ്, തിളച്ച് തുടങ്ങി. ഇനി മതി. ഇതിന് റെസ്റ്റ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം നമുക്ക് കുറച്ച് നേരം. ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ അരച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ബട്ടർ ഇട്ടു നമ്മൾ. ഞാൻ ആദ്യം കുറച്ച് പനീർ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തികയില്ലാന്ന് തോന്നി, കുറച്ച് കുറവാന്ന് തോന്നി. അത് കാരണം കുറച്ചും കൂടി ഇട്ട് ചൂടാക്കി വയ്ക്കുകയാണ്. നന്നായി കുറച്ചിങ്ങനെ മൊരിച്ചെടുക്കുക. കുറച്ച് ഞാൻ നേരത്തെ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അതിൽ ഉള്ളിയും തക്കാളിയും വഴറ്റിയത്. പക്ഷെ അത് കുറച്ച് കുറവാന്ന് തോന്നി. ഇത്രയും കുറച്ചായിട്ട് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതും കൂടി അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
കുട്ടികളുടെ മോരുകറി എല്ലാം ഇരിക്കുന്നുണ്ട്, ഉപ്പേരിയല്ല. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചപ്പാത്തിക്ക് എന്ത് കറി ഉണ്ടാക്കുമെന്ന് വെച്ചാൽ പനീർ വാങ്ങിച്ചു. പനീർ കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത്ര പനീർ മല്ലിയിലയൊന്നും ഇല്ല. അവസാനം നമുക്ക് മല്ലിയിലൊക്കെ ഇടേണ്ടതാണ്, പക്ഷെ മല്ലിയില ഇല്ല. രാത്രി ഇവിടെ പോയി മല്ലിയില മേടിക്കാനാണ്. അപ്പോൾ അതിനുള്ളത് കൊണ്ട് ഒരു കറി പോലെ നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിന്ന് വരില്ലല്ലോ. ഉള്ളത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക, അത്ര തന്നെയുള്ളൂ. അത് എത്ര ടേസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിക്കും അത്രയും ടേസ്റ്റ് ഉണ്ടാക്കുക. दो चीजें चाहिए, आना और खाना। आने जाने के बीच में मौके बहुत आते हैं और कौन से मौके पे बाजी लगाना है, यही जिंदगी करती है। बीच बच्ची वो आदमी था जिसने मौके पे चलकर इतना पैसा कमाया कि सरकारी खजाना भी उसके सामने चिल्लर हो गई। मगर अपने आप को दाव पे लगाने के बाद बस एक ही सवाल आते हैं, जीत किसकी जिंदगी की या फिर പൊടിഞ്ഞു പോകണ്ടെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മുരിച്ച് വയ്ക്കുക. നമ്മൾ കുറച്ച് ഇതാക്കി വയ്ക്കണേ. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പൊടിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത്രയും മതി, അധികം ഫ്രൈ ചെയ്ത് ഇതാക്കണ്ട. അതിൻ്റെ ഇത് കളയണ്ടെന്ന് വിചാരിച്ചു. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇട്ടുവിട്ടാൽ മറ്റുള്ള കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. ജീരകം വേണമെങ്കിൽ ഇടാം, ജീരകം പക്ഷേ ഇവർക്ക് ഇവിടെയുള്ള നമ്മുടെ മക്കൾക്ക് ഇഷ്ടമല്ല. ഇത് കാരണം ഞാൻ ജീരകം ഇടുന്നില്ല. ഈ മുളക് പൊടി, ഇതിൽ എരിവ് വേണമെങ്കിൽ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇടാം. ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. 20 ഇരുന്നോട്ടെ എന്ന് ചോദിച്ചിട്ട്. ലേശം മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം. ബട്ടർ മസാല അധികം മല്ലിപ്പൊടി ഇടില്ല, എന്നാലും കുറച്ച് വേണമെങ്കിൽ. നമുക്ക് അതിൻ്റെ ഗ്രേവി ഒഴിക്കണം. നമ്മൾ അരച്ച് വെച്ച ഗ്രേവി ഇതിലേക്ക് ഒഴിക്കുക. തക്കാളി എല്ലാം കൂടി അരച്ച് വെച്ച് ഗ്രേവി, തക്കാളി, കുറച്ച് കശുവണ്ടി പരിപ്പ്, കുറച്ച് വെളുത്തുള്ളി, സവോള, ഇതെല്ലാം കൂടി നമ്മൾ വഴച്ചരച്ച ഗ്രേവിയാണിത്. കശുവണ്ടി പരിപ്പ് കുറച്ച് കുറവാണ്. കുറച്ച് കശുവണ്ടി പരിപ്പ് നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം, ഗ്രേവി അനുസരിച്ച്. കുറച്ച് എടുത്തുള്ളൂ, കുറച്ച് കറി മതി. കുറച്ച് എടുത്തു. ഇത് കാണിക്കാൻ നമ്മൾ ആ മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക അതിൽ. ഞാൻ ഇതിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് വഴറ്റണ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കാരണം നമ്മൾ കൂട്ടാനായിട്ട് കറിയായിട്ട് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. എൻ്റെ വീഡിയോയിൽ പല മിസ്റ്റേക്കുകളും ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊന്ന് ചെയ്യുന്നത്. നമ്മൾ പെർഫെക്ഷനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ടതല്ല. ഒരു സാധാരണ വീട്ടമ്മ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ ചെയ്തത്. അത് നിങ്ങളെ കാണിച്ചത് മാത്രം. ഗ്രേവി അപ്പോൾ ഇതിൽ ഗ്രേവി നന്നായി തിളച്ചു. ഇനി നമുക്ക് ഈ പനീർ ഇടാം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഉണ്ടല്ലോ, അതിലേക്ക് ഇടാം.
जब मेरे जैसे मजदूर 10-20 की भाजी लगा रहे ഇത് ചാറ് വേണോ? उन्होंने 20-25 दालची का मैनेजर रोज का प्रत्येक खाना उसका काम मैंने जो ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി ചാറ് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. सेठ की आंखों में मुझे ഗ്രേവിയുടെ അധികം ആവശ്യമില്ല. इस आदमी को पीड़ा तो मेरे को क्या पता था मेरी और ब्रिज की तकदीर एक होने वाली है ഇട്ട് ഇനി ചിലപ്പോൾ കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതൊന്ന് വെന്തോട്ടെ. ഇപ്പോൾ റെഡി ഉണ്ട്. ഇപ്പോൾ നമ്മൾ മല്ലിയിലയും ഇടണം. മല്ലിയില ഇവിടെ ഇല്ല, അപ്പോൾ അത് കാരണം മല്ലിയില ഇടണ്ടാന്ന് വെച്ച് കുറച്ച് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് ലേശം കുറവാണ്. നമ്മുടെ എരിവത്തിൽ കൂടിപ്പോയൊരു സംശയമുണ്ട്. ഉപ്പിട്ടു. ഇനി കുറച്ച് കസൂരി മെത്തി ഇടാം. മല്ലിയില ഇല്ല. കസൂരി മെത്തി ഇട്ടു. മതി. ഇനി കഴിഞ്ഞു. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ചെറിയ റെസിപ്പി. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ടേസ്റ്റ് നോക്കി നമ്മളുണ്ടാക്കിയ സാധനം നമ്മൾ നല്ലതല്ലാന്ന് ഒരിക്കലും പറയില്ലല്ലോ. അത് കാരണം ഞാൻ ടേസ്റ്റ് നോക്കി പറയണില്ല. ടേസ്റ്റ് ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ വയ്ക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് എരിവ് കൂടുതലാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരി, ചപ്പാത്തി പനീർ കറി റെഡിയായി. ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാണ് എല്ലാവർക്കും. മോനും കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് ഫോളോ ചെയ്യണം.